സഹോദരങ്ങളെ, ആദ്യമായി ഒരു നാട്ടിൽ നന്നാകേണ്ടത് പെണ്ണാണ്, 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 പുരുഷനല്ല. കാരണം ആദ്യം ഒരു വീട്ടിൽ നന്നാകേണ്ടത് പെണ്ണാണ്, രണ്ടാമതാണ് പുരുഷൻ നന്നാകേണ്ടത്. കാരണം പുരുഷൻ എന്ന് പറയുന്നതിനേക്കാളേറെ പെണ്ണ് കുടുംബത്തിന്റെ വിളക്കാണ്, അവളതിന്റെ നിലവിളക്കാണ്, അവളതിന്റെ കവാടമാണ്. മാത്രമല്ല, ഒരു പെണ്ണ് നന്നായാൽ ആ നാട്ടിലെ 100 പുരുഷന്മാര് നന്നാവും. ഒരു പെണ്ണ് വഴിതെറ്റിയാൽ ആ നാട്ടിലെ 100 പുരുഷന്മാരെ വഴിതെറ്റിക്കാൻ ആ ഒരൊറ്റ പെണ്ണിനെ കൊണ്ട് കഴിയും എന്നതാണ് ചരിത്രം. ഒരു പെണ്ണ് നന്നായാൽ ആ നാട്ടിലെ 100 പുരുഷന്മാര് നന്നാവും. ഒരു പെണ്ണ് മോശമായാലോ ആ നാട്ടിലെ 100 ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ഈ പെണ്ണിനെ പോൽ പറ്റുന്നത് വേറൊന്നുമില്ല. ഇതുകൊണ്ടാണ് ലോകത്തിന്റെ അന്നു മുതൽ ഇതേവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളുള്ള ഖുർആൻ, ആ ഖുർആനിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിലൊരു അധ്യായത്തിന്റെ പേരെന്താന്നറിയുമോ? സൂറത്തുൻ നിസാ. അന്നിസാ, പെണ്ണുങ്ങൾ എന്നാണ് ഒരു സൂറത്തിന് തന്നെ പേര് വെച്ചത്. അള്ളാഹുവിന്റെ 114 സൂറത്തുകൾ, ഒരു സൂറത്തിന് അള്ളാഹു പേര് വെച്ചു അന്നിസാ. അന്നിസാ, സ്ത്രീകളെ കുറിച്ച് പറയാൻ തന്നെ ധാരാളം ആളുകൾ അറിവില്ലായ്മ കൊണ്ട് പറയാറുണ്ട്, ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, എപ്പോഴും പർദ്ദക്കുള്ളിൽ പെണ്ണിനെ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല സഹോദരങ്ങളെ, സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് പറയാൻ, സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് പറയാൻ ഇത്രയേറെ വരികൾ മാറ്റിവെച്ചൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള മുഴുവൻ ആളുകൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയപ്പോ, അവളെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയപ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് പറയുകയാണ്, സ്ത്രീകളോട് നിങ്ങൾ മോശമായി പെരുമാറരുതേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാ കറഹാ ഫലാ തഅ്ദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന ഇല്ലാ അൻ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിനാ വഅസ്റൂഹുന്ന ബിൽ മഅറൂഫ്. അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറണേ. വഅസ്റൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ലവരായി പെരുമാറണേ. ഇതാണ് സ്ത്രീയെ കുറിച്ചുള്ള ലോകത്തിന്റെ സങ്കല്പമെങ്കിൽ, ഒരു കുടുംബത്തിന്റെ വാതിലാണ് പെണ്ണ്, ഒരു സമൂഹത്തിന്റെ കവാടമാണ് പെണ്ണ്. ആ പെണ്ണ് നന്നാകുമ്പോഴാണ് ലോകം നന്നാകുന്നതെന്ന് ഇത്രയേറെ നന്നായിട്ട് സ്ത്രീയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവാചകനുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ വിഷയത്തിന്റെ ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്, ഒരിക്കൽ പ്രവാചകൻ മദീനത്തിന്റെ നഗരിയിൽ നിൽക്കുമ്പോ ഒരനുയായിയടാ ഒട്ടകപ്പുറത്ത് തന്റെ ഭാര്യയെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അയാളാണെങ്കിലോ താഴെ നിന്ന് ഒട്ടകത്തെ സ്പീഡിൽ ഓടിക്കുകയാണ്. കടിഞ്ഞാണ് പിടിച്ചു വലിച്ചിട്ട് ഒട്ടകത്തെ സ്പീഡിൽ നടത്തുമ്പോ മുകളിലിരിക്കുന്ന ഭാര്യ വേച്ചു വേച്ച് വീഴാൻ പോവുകയാണ്. ഇത് കണ്ട റസൂലുള്ള വിളിച്ചു അത്ര, അഞ്ചശാ, 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 നിന്റെ ഒട്ടകത്തെ മെല്ലെ നടത്തണേ അഞ്ചശാ. മുകളിലിരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടോ? ആ മുകളിലിരിക്കുന്നത് പെണ്ണല്ല, അവള് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണ്. ഓ, ഒട്ടകത്തിന്റെ മുകളിലിരിക്കുന്നത് പെണ്ണല്ല, അവള് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ആളുകൾ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞവർ, പാടിയാലും പാടിയാലും തീരാത്ത കവിത എന്ന് പറഞ്ഞവർ, വരച്ചാലെത്താത്ത ചിത്രമെന്ന് പറഞ്ഞവർ, ഇത്രയേറെ സ്ത്രീയെ കുറിച്ച് പറയാൻ ലോകത്തൊരു നേതാവിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയേറെ നന്നായി പെണ്ണിനെ കുറിച്ച് പറഞ്ഞ ഒരു നേതാവുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്ത്രീയല്ല, അവള് സ്ഫടികമാണ്, സ്ഫടികമാണ്, സ്ഫടികമാണ്. സ്ഫടികം കൈകാര്യം ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യണേ എന്ന് റോഹി ഫിദാ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത്രയും ഫിറ്റായ വേറൊരു വാക്കില്ല പെണ്ണിനെ കുറിച്ച് പറയാൻ. റസൂലുള്ള ഒന്ന്, പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികമാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്. ഈ ഇരിക്കുന്ന ഗ്ലാസ് ഇത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നല്ല മാർബിളിന്റെ തറയക്കിടെ പോയാല് എത്ര സൂക്ഷിച്ചാണ് ഈ ഗ്ലാസ് താഴെ വീഴാതെ പിടിച്ചുകൊണ്ട് പോവുക? ഗ്ലാസ് ഉള്ള സാധനത്തിന്റെ തന്നെ പെട്ടിയുടെ കാർഡ്ബോർഡിന്റെ മുകളിൽ എത്തിരിക്കും, ഹാൻഡിൽ വിത്ത് കെയർ, സൂക്ഷിച്ചു കൊണ്ടുപോകണം.
അല്ലേ? ഗ്ലാസ് ഒക്കെ വരണ വലിയ ഹോൾസെയിൽ കടയിലൊക്കെ കാണും, വലിയ കാർഡ്ബോർഡ് പ്രിന്റ് ഹാൻഡിൽ വിത്ത് കെയർ, നല്ല കെയറായി സൂക്ഷിച്ചു കൊണ്ടുപോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇങ്ങോട്ട് നോക്കി. നിങ്ങളെന്ന് പറഞ്ഞ ആരാണ്? ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് പോലെ എന്റെ വിരളൊന്ന് വഴുതിയാൽ, വിരളൊന്ന് തെറ്റിയാൽ, ശ്രദ്ധയൊന്ന് പാളിയാൽ ഈ ഗ്ലാസ് നേരെ താഴേക്ക് വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ പല കഷണങ്ങളായി ചിതറും. ചിതറിയാൽ അടുത്ത് നിൽക്കുന്നവന്റെ കാല് മുറിയും. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികമാണ്, ഗ്ലാസ് ആണ്. താഴെ എങ്ങാനും ഒരശ്രദ്ധ കൊണ്ട് താഴെ എങ്ങാനും വീണ് ചിതറിപ്പോയാൽ പിന്നെ അതെടുത്ത് ഒട്ടിച്ചു വെച്ചിട്ട് പഴയതുപോലെ ആക്കാൻ പറ്റൂല. പെണ്ണെ, ഒരു ദിവസം നിനക്ക് പിഴച്ചു പോയാൽ പിന്നീട് എന്തൊക്കെ ചെയ്താലും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഗ്ലാസ് ആണ് പെണ്ണ്. എങ്ങാനും അറിയാതെ ഒന്ന് കൈവിട്ട് താഴെ പോയാൽ ഗ്ലാസിന്റെ ചില്ലുകൾ ചിതറിത്തെറിക്കുന്നത് മാറി തെറിക്കുമെന്ന് മാത്രമല്ല, പരിസരത്ത് നിൽക്കുന്നവരെ മുഴുവനും മുറിവേൽപ്പിച്ചിട്ട് അവന്റെ രക്തവും താഴേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഗ്ലാസ് ആണ് പെണ്ണ്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന ഗ്ലാസ് വഴുതി താഴെ വീഴാതെ എത്ര സൂക്ഷ്മതയോടെ നിങ്ങൾ കൊണ്ടുപോകുന്നുവോ അതേപോലെ പെണ്ണിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ശരിയല്ലേ? ഇത്രക്കാളും വലിയ പെണ്ണിനെ കുറിച്ച് പറയാൻ പറ്റുമോ? എങ്ങാനും ഒരു നിമിഷമൊന്ന് ചിന്ത മാറിപ്പോയാൽ, ഒരു കൈപ്പട പറ്റിപ്പോയാൽ പുരുഷന് പ്രശ്നമില്ല. പക്ഷെ പെണ്ണിന് പെണ്ണിന്റെ ജീവിതം പടയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും തെറ്റാൻ പാടില്ല, ഒരു നിമിഷം പോലും പതറാൻ പാടില്ല, ഒരു നിമിഷം പോലും വഴിയിൽ എവിടെയെങ്കിലും കാലുകൾ പതറാൻ പാടില്ല. അത്രയേറെ നന്നായി സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെയാണ് നാം ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു സ്ത്രീ ആരാണ്? ഒരു സ്ത്രീ ആരാണ്? നിങ്ങൾ കേട്ടുകൊള്ളുക. എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ ഞാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗം 4 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ലോകത്തിന്റെ മുമ്പിൽ. അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ 4 സ്ത്രീകളെ പരിചയപ്പെടുത്തുകയാണ്. ഈ 4 സ്ത്രീകളെയും ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അതിൽ ഇഷ്ടപ്പെട്ട 2 പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അള്ളാഹു പറയുന്നു, ഇഷ്ടപ്പെട്ട 2 പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആരൊക്കെയാണത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കുക. അല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത് കാനതാ തഹത അബ്ദൈൻ മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹ് وقيل دخول النار ومع الداخلين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹു മസലൻ ലില്ലദീന കഫറു. അല്ലാഹുവിനെ നരകം വിലക്ക് വാങ്ങാൻ ചിന്തിക്കുന്നവരോട്, എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ജീവിക്കൂ എന്ന് തീരുമാനിക്കുന്നവരോട്, നാളെ അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തിലോട്ട് പോകാൻ തീരുമാനിക്കുന്നവരുടെ മുമ്പിൽ അല്ലാഹു പറയുന്നത്, 2 സ്ത്രീകളുടെ വഴിയെ നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. ഓ സ്ത്രീകൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ നരകത്തിലോട്ട്, കത്തിച്ചൊലിക്കുന്ന നരകത്തിലോട്ട് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 2 സ്ത്രീകളെ നിങ്ങൾ റോൾ മോഡലാക്കിക്കൊള്ളുക. അവരാരെന്നറിയുമോ? അവരെ നിസ്സാരക്കാരല്ല. ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്. 2 പ്രവാചകന്മാരുടെ ഭാര്യമാരായ ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണവർ. അവരെ നിസ്സാരക്കാരല്ല പെങ്ങള്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നാളെ നിങ്ങൾക്ക് കത്തിച്ചൊലിക്കുന്ന നരകത്തിലോട്ട് പോകണോ? നാളെ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകേണ്ടത്? ഒന്ന് ഇംറഅത നൂഹിൻ, ഒന്ന് നൂഹ് നബിയുടെ ഭാര്യ, മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യ. അവരാരാന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അല്ലാഹുവിന്റെ സച്ചരിതരായ 2 അടിമകളുടെ, അല്ലാഹുവിന്റെ റിസാലത്ത് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച 2 പ്രവാചകന്മാരുടെ ഭാര്യമാരാ.
അടിസ്ഥാനത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ ഭാഗ്യം ലഭിച്ച അപൂർവമായ ഭാഗ്യം ലഭിച്ച 2 പ്രവാചകന്മാരുടെ ഭാര്യാപദം അലങ്കരിച്ചാൻ ഭാഗ്യം ലഭിച്ചവരാ. പക്ഷേ അല്ല പറയുന്നത് കേൾക്കുക, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു കാര്യവും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. അല്ലാഹു ഇത്രയേറെ അവസരം കൊടുത്തിട്ട് അവർ അവസാനം പാടാക്കിയവരാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ. നാളെ പരലോകത്ത് അല്ലാഹു അവരോട് പറയുമത്രേ, നൂഹ് നബിയും ലൂത്ത് നബിയും സ്വർഗത്തിലോട്ട് പോകുമ്പോ അല്ലാഹു അവരെ ഭാര്യമാരോട് പറയും, നിങ്ങൾ നരകത്തിലോട്ട് പോയിക്കൊള്ളുക, നിങ്ങൾ നരകാവകാശികളാണ്. 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ അനുകൂലമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ട് അള്ളാന്റെ സ്വർഗം കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ നാളെ നരകത്തിലോട്ട് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ആരാ 2 പ്രവാചകന്റെ ഭാര്യമാർ? ഒന്ന് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യ.